രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ട് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ LBS ഉന്നതി നിവാസികൾ. നാട്ടികവർക്ക ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി കാലഹരണപ്പെട്ട പ്രധാന പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി കുടിവെള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. പിന്നീട് വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും LBS ഉന്നതി പ്രദേശത്ത് ഇതുവരെ കുടിവെള്ളം ലഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 40 ദിവസത്തിലേറെയായി ഒരു തുള്ളി കുടിവെള്ളം പോലും പൈപ്പിലൂടെ എത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തും സന്നദ്ധ സംഘടനകളും ടാങ്കർ ലോറികളിൽ എത്തിച്ചു നൽകുന്ന കുടിവെള്ളത്തെയാണ് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത്. പ്രശ്നം പലതവണ കേരള വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ സ്ഥിരമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വേറെ വെള്ളം വന്നില്ല. ഞങ്ങൾക്ക് ഈ വെള്ളം കൊണ്ടുള്ള ആശ്രയം ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുന്നു. കുടിവെള്ളം ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ഈ വെള്ളം പോയിട്ട് ഇത്ര നാളായി. ഇതിനൊരു പരിഹാരം നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. മെമ്പർമാരും പ്രസിഡന്റുകാരും ബ്ലോക്കുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3 ദിവസം കഴിഞ്ഞിട്ടും ഇത്ര നാളും കൂടെ വെള്ളം വന്നിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊതു ടാപ്പിൽ വെള്ളം വന്നാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ വീടുകളിലേക്ക് വെള്ളം വന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം വരുന്നുണ്ട്. പക്ഷേ ആ വെള്ളം നമുക്ക് ഇവിടെ ഇത്രയധികം വീടുകളുണ്ട്. അപ്പോൾ ഒരു 5-6 ബക്കറ്റോ 10 ബക്കറ്റോ കിട്ടിയിട്ട് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്നില്ല. ഈ സ്ഥലത്ത് കൂടി തന്നെ വേണം നമുക്ക് അപ്പുറത്തിന് വെള്ളം വരുന്നത്. കുറച്ച് ദൂരം തന്നെ വെള്ളം നമുക്ക് പഞ്ചായത്ത് വെള്ളം കൊണ്ടുതരുന്നത്. അവിടെ നിധിയിലേ നടന്നിട്ട് വേണം കിഴക്കേറ്റം വരെ വെള്ളം കൊണ്ടുപോകാൻ. ഈ ചെളിയിൽ നടന്നു പോയി അവിടെ എത്തി കഴിയുമ്പോൾ ആ വെള്ളം നമ്മളുടെ ദേഹത്തൊഴിക്കാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തിഹീനമായൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായവർക്കായാലും എല്ലാവർക്കും അസുഖം ഒരുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുടിവെള്ള വിതരണം കൂടുതൽ ദുരിതമാക്കുകയാണ്. മഴയെ തുടർന്ന് റോഡ് ചെളിക്കുളമായതിനാൽ ടാങ്കറിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം പാത്രങ്ങളിലാക്കി ചെളി നിറഞ്ഞ വഴിയിലൂടെ ചുമന്നാണ് വീടുകളിൽ എത്തിക്കേണ്ടി വരുന്നത്. വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്ക് ഇത് വലിയ പ്രയാസമാണ്. പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ കിണറുകളിലെ വെള്ളത്തിന് ചുവന്ന നിറമാണുള്ളത്. ഈ വെള്ളം ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിൽ കുടിവെള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാറില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിച്ച് പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ച് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് LBS ഉന്നതി നിവാസികൾ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു.